ആപ്കി അദാലത്തിൽ പ്രസിദ്ധ ഗായകനായ അനൂപ് ജലോട്ടിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ ഫാൻസിനെ പറ്റിച്ചു എന്നുള്ളതാണ്. അനൂപ് സാർ, താങ്കളുടെ ഫാൻസിന് താങ്കളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. താങ്കൾ ഭജൻസ് പാടിയിട്ടുണ്ട്, മീരയെക്കുറിച്ച്. പിന്നെ ലോകത്തോട് താങ്കൾ കൃഷ്ണൻ, രാമൻ എന്നീ മനോഹരമായ പേരുകളെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയും താങ്കൾ പാടിയിട്ടുണ്ട്, ഇത് മനോഹരമായ സായാഹ്നം. പിന്നെ ദൈവത്തിൻ്റെ കാൽപാദങ്ങളിലുള്ള സമർപ്പണത്തെക്കുറിച്ചും. അതെ. പിന്നെ താങ്കൾ ജസ്ലിൻ്റെ സൈഡിലേക്ക് മാറി. അതായത് ഇത് താങ്കളുടെ മറ്റൊരു മുഖമാണ്. സോ മറ്റൊരു മുഖത്തിൽ ഇങ്ങനൊരു ലവ് സ്റ്റോറി ഉണ്ടെങ്കിൽ ഫാൻസ് ദുഃഖിതരാകില്ലേ? അവരെന്തിനാ ദുഃഖിക്കുന്നത്? ഞങ്ങൾ അവിടെ നിങ്ങളെ എന്റർടൈൻ ചെയ്തില്ലേ? എന്തേ? അല്ല, താങ്കൾ പറയുന്നു ജസ്ലിനെ ഫേമസ് ആക്കാൻ വേണ്ടിയാണ് താങ്കൾ അങ്ങനെയൊക്കെ ചെയ്തതെന്ന്. നോക്കൂ, ഞാൻ അവളോട് പറഞ്ഞു നീ എന്റെ കൂടെ വന്നാൽ നിനക്ക് നല്ല പേര് കിട്ടുമെന്ന്. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. കാരണം അവളാണ് എന്നെ അപ്രോച്ച് ചെയ്തത്, ഞാൻ അവളെ അപ്രോച്ച് ചെയ്തിട്ടില്ല. കാരണം ജസ്ലിനും അവളുടെ അച്ഛനുമാണ് എന്നെ അപ്രോച്ച് ചെയ്തത്. നിങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ ജസ്ലിന് ഒരു നല്ലത് സംഭവിക്കുമെന്ന് പറഞ്ഞു. നല്ലത് സംഭവിച്ചില്ലേ? ഇപ്പോൾ അവൾ ലോക പ്രശസ്തയാണ്. ഒരുപക്ഷെ അവളെ കൊണ്ട് എനിക്ക് ബാധിപ്പ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ സത്യം പറയട്ടെ, ഇത് അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ എല്ലാവരും എന്റെ സംഗീതം മാത്രം കാണൂ, അതാണ് നല്ലത്. എന്റെ സംഗീതം നിങ്ങൾ എപ്പോൾ കേട്ടാലും നിങ്ങൾക്കത് സന്തോഷം നൽകും. അവരുടെ അച്ഛൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ബിഗ് ബോസിലേക്ക് പോകുന്നത് ഗുരു ശിഷ്യയെ പോലാണ്. അവിടെ റിഹേഴ്സൽ ചെയ്യുന്നു, പാട്ട് പാടുന്നു. പക്ഷെ അല്ലല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ അവിടെ പാടാൻ വേണ്ടിയാണ് പോയത്. ഞങ്ങൾ അവിടെ റിഹേഴ്സലാണ് ചെയ്തത്. കണ്ണത്തിലാണോ പാട്ട്? അല്ലല്ലല്ല, അവൾ ഈ ഭാഗത്ത് തന്നു. ഇവിടെ ആരാണ് തരാൻ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഇതെല്ലാം വെറും ഫണ്ടിന് വേണ്ടിയാണ്. പിന്നെ നിങ്ങളെ എന്റർടൈൻ ചെയ്യാനുള്ള ഒരു ശ്രമമല്ലേ ഇതൊക്കെ? പിന്നെ അതും സംഭവിച്ചു, അതല്ലേ അത്? ഗാലിബ് ഇങ്ങനെയല്ലേ പറഞ്ഞത്? ഇത് വെറും പ്രേമമല്ല, ഇത് തീയാണ്. ഇതിൽ താങ്കൾ തിളച്ചു പോകുമെന്നല്ലേ പറഞ്ഞത്? ഇത് ഞാൻ നിങ്ങളോട് വേറെ വിധത്തിൽ പറയാം. जिंदगी से बड़ी सजा ही नहीं, जिंदगी से बड़ी सजा ही नहीं, और क्या जुर्म है पता ही नहीं, जिंदगी से. ഈ വരികൾ എനിക്ക് വേണ്ടിയാണ്. चाहे सोने के फ्रेम में जड़ दो, चाहे सोने के फ्रेम में जड़ दो, आईना झूठ बोलता ही नहीं, आईना झूठ बोलता ही नहीं, और क्या जुर्म है पता ही नहीं, जिंदगी से बड़ी सजा ही नहीं. ഇപ്പൊ ഞാൻ എന്താണ് കള്ളമെന്ന് താങ്കളോട് പറയാം. പറയൂ. ഏത് വ്യക്തിയെക്കുറിച്ചാണോ താങ്കൾ പറയുന്നത് അതുകൊണ്ട് ഫാൻസ് സങ്കടപ്പെടുന്നില്ല, താങ്കളുടെ പേര് ചീത്തയാവുന്നില്ലെന്നും പറയുന്നു. 2013 അവരൊരു സിനിമ ആക്ട് ചെയ്ത സമയത്ത് ആ സിനിമയുടെ പേരായിരുന്നു ഡേർട്ടി റിലേഷൻഷിപ്പ്. ഇത് ഓൾമോസ്റ്റ് സോഫ്റ്റ് പോൺ സിനിമയായിരുന്നു, അഡൽട്ടാണ്. അത് അവർ അച്ഛനാണ് ഷൂട്ട് ചെയ്തത്. താങ്കൾ ആ സിനിമ കണ്ടിരുന്നോ? കണ്ടില്ല, ഞാൻ കണ്ടില്ല. പക്ഷെ അവൾ അഭിനയിച്ചു എന്ന് എനിക്കറിയാം. എന്നിട്ടും താങ്കൾ അവരോടൊപ്പം പോകാൻ സമ്മതിച്ചോ? എനിക്ക് അവളെ പഠിപ്പിക്കുന്ന ബന്ധം ഉണ്ടായിരുന്നു, അത് ഇന്നും ഉണ്ട്. നാളെ വന്നാലും ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഒരുപക്ഷെ നാളെ രാഖി സാവന്ത് വന്ന് എന്റെ അടുത്ത് നിങ്ങളോട് ഞാനൊരു തമാശ പറയാം. നാളെ രാഖി സാവന്റ് എന്റെ അടുത്ത് പാട്ട് പഠിക്കാൻ വന്നാലും ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അല്ല, താങ്കൾ അവൾ എന്ത് ചെയ്യുന്നു, എന്തു പറയുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു ചിന്തയുമില്ല. എനിക്ക് ഇത് മാത്രമാണ് പ്രധാനം. ഒരുപക്ഷെ ഒരാൾക്ക് സംഗീതം ഇഷ്ടമാണ്, പഠിക്കണമെന്ന് ആഗ്രഹിച്ചാൽ വരൂ, പഠിക്കൂ. അനൂപ് സാർ, സംഗീതം പഠിക്കാൻ വരുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? 2017 അവരുടെ അച്ഛൻ മറ്റൊരു സിനിമ എടുത്തിരുന്നു. അദ്ദേഹം തന്റെ മകളെ വെച്ചൊരു സിനിമ എടുക്കുന്നു. ആ സിനിമയുടെ പേര് ഡേർട്ടി ബോസ് എന്നാണ്. അതിൽ പ്രായമുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഈ പ്രായം കുറഞ്ഞ പെണ്ണിന്റെ പിന്നാലെ ചുറ്റുന്ന സീനാണ്. താങ്കളുടെ സ്റ്റോറി ഇതുപോലാണെന്നാണ് ജനങ്ങൾ. ആ പടവും ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ ആ പെണ്ണിന്റെ പുറകെ നടന്നിട്ടില്ല. നിങ്ങളുടെ ചോദ്യം തെറ്റാണ്. ഞാൻ 2 പടങ്ങളും കണ്ടിട്ടില്ല. പക്ഷെ എനിക്കറിയാം, 2 പടങ്ങൾ എടുത്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് സംഗീതം പഠിക്കണമെന്നുണ്ടെങ്കിൽ വന്ന് പഠിച്ചോ. എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രധാനമല്ല. എനിക്കും അതുമായി യാതൊരു ബന്ധവുമില്ല. എന്ത് പ്രധാനമില്ലെന്ന് ആർക്കാർക്ക് ബന്ധമില്ലെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത് നിങ്ങൾക്കുള്ളിൽ എത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്നാ. നോക്കൂ, എന്റെ വീട്ടിലൊരു ഗുരുകുലമാണ് നടക്കുന്നത്. രാവിലെ 9 മണിക്കുള്ളിൽ എന്റെ അടുത്തേക്ക് സ്റ്റുഡൻസ് വരും. അവർ 12:30 മണി വരെ ഇരുന്ന് പഠിക്കും. ഞാനുള്ളപ്പോൾ ഞാൻ പഠിപ്പിക്കും.
ഞാൻ ഇല്ലാത്തപ്പോൾ അവരെ എന്റെ സീനിയർ സ്റ്റുഡൻസ് പഠിപ്പിക്കും. ആരോടും 5 പൈസ പോലും വാങ്ങാറില്ല. പിന്നെ എന്റെ കണ്ടീഷൻ ആരും ഗിഫ്റ്റായി ഒന്നും കൊണ്ടുവരരുതെന്ന. ഒരു പ്രാവശ്യം ഒരാൾ എന്നെ ഒരുപാട് ശല്യപ്പെടുത്തി. സാർ, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തരണമെന്ന്. എന്ത് സ്വീറ്റ് മേടിച്ചുകൊണ്ട് വരണം? ഞാൻ പറഞ്ഞു ഒരു 2 കിലോ വെണ്ടക്ക മേടിച്ചുകൊണ്ട് വരാൻ. അത് വളരെ യൂസ്ഫുൾ ആണ്, കാരണം എനിക്ക് വെണ്ടക്ക വളരെ ഇഷ്ടമാണ്. ഞാൻ ജനങ്ങളോട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കും. ഞാൻ സംഗീതം പഠിച്ചു, അതെനിക്ക് ഒരുപാട് സംഗതികൾ നൽകി. അത് ഞാൻ എന്റെ ജനങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ പാടിയ ഗസൽ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ നിന്ന് നോട്ട്സ് എടുത്തു. अश्कों ने रख लिया तेरे प्यार का भरम, दामन पे आ रहे थे फिर भी ठहर गए, जो जुर्म जिसमें दोनों बराबर के थे शरीक, इल्जाम जितने भी थे हमारे सर गए. ഇത് ഗസലാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ എഴുതിയിരിക്കുന്നു. നന്നായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴവരകത്താണുള്ളത്, താങ്കൾ പുറത്തുമുണ്ട്. വഴിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരുമായിരുന്നു. എന്നെ അതിനു വേണ്ടിയല്ലേ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. പക്ഷേ എന്റെ കയ്യിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരമുണ്ട്. ആ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇതിന് നല്ലൊരു പഴഞ്ചൊല്ലുണ്ട്. സ്വർണത്തിന്റെ ഫ്രെയിമിൽ കണ്ണാടി പതിപ്പിച്ചാലും അതൊരിക്കലും കള്ളം പറയില്ല. നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അതിനുള്ള ശരി ഉത്തരം കിട്ടും. ഓഡിയൻസിന് വല്ല ചോദ്യങ്ങളും ചോദിക്കാനുണ്ടോ? താങ്കൾ ചോദിക്കൂ. സർ, ഇക്കാര്യം മീഡിയക്കാർ അറിഞ്ഞ ഉടൻ തന്നെ അതാണ് ആ ജസ്ലിന്റെ കാര്യം. അവരുടെ അച്ഛൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് വളരെ ഡിസപ്പോയിന്റഡ് ആയെന്നാണ്. കാരണം അദ്ദേഹം മകളെ സംഗീതം പഠിപ്പിക്കാനാണ് താങ്കളുടെ അടുത്തേക്ക് അയച്ചത്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ പെൺകുട്ടിക്ക് വിവാഹം ഏർപ്പാട് ചെയ്യുകയാണെന്ന് കേട്ടു. ഓക്കെ, അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നു. എന്റെ മനസ്സിനകത്ത് എന്താണെന്ന് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതാ ഉണ്ടായിരുന്നത്, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അദ്ദേഹത്തെ പറ്റിച്ചു എന്ന്. അദ്ദേഹത്തിന്റെ മനസ്സിൽ അതായിരുന്നു. അദ്ദേഹം വന്നതും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ 3 പേരെ ഇവിടെ ഇരുന്ന് തീരുമാനിച്ചത് ഗുരുവും ശിഷ്യയുമായിട്ടാണ് നമ്മൾ അകത്തേക്ക് പോകുന്നതെന്ന്. അവിടെ അകത്ത് ചെന്നതിന് ശേഷം അവൾ വേറെ മതി പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ജസ്ലീനുമായി എന്നെ കണ്ടിട്ടുണ്ടോ എന്ന്. അവർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എങ്ങനെ ഇങ്ങനെ വിചാരിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊന്നും സത്യമല്ലെന്ന്. പിന്നെ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു. പിന്നെ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, നമ്മൾ രണ്ടുപേരും ചേർന്ന് ജസ്ലിന്റെ കന്യാദാനം ചെയ്യണമെന്ന് പറഞ്ഞു. അനൂപ് സാർ, ജനങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ, ജസ്ലീനയുടെ അച്ഛൻ, ജസ്ലീൻ, അനൂപ് ജലോട്ട, ഇവര് 3 പേരും ചേർന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ ഡ്രാമ ക്രിയേറ്റ് ചെയ്തതാണെന്ന്. തീർച്ചയായിട്ടും ഇല്ല. സത്യം എന്താണോ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിന് ശേഷവും നിങ്ങൾ കേൾക്കുമല്ലോ. ലോകം അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. ഇപ്പോ 30th ഡിസംബറിനുള്ളിൽ ജസ്ലിനും പുറത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ രണ്ടുപേരും തനിച്ചൊറ്റയ്ക്ക് പുറത്തെവിടെങ്കിലും പോയി കാണുന്നുണ്ടോന്ന്. അവളെ ഞാൻ ഏത് ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നെന്ന് നിങ്ങൾ അറിയും. വന്നതിന് ശേഷം അവളോട് ചോദിക്കും. താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ ഡ്രാമയിൽ താങ്കൾ ഇൻവോൾവ് ആയിട്ടില്ലെന്നാണോ? ബിഗ് ബോസിലുള്ളവരെല്ലാരും ചേർന്ന് ഈ ഡ്രാമ ക്രിയേറ്റ് ചെയ്തതെന്നാണോ താങ്കൾ പറയുന്നത്? ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സ്ഥലത്ത് ജസ്ലിൻ നൽകിയ ഉത്തരം കൊണ്ട് അത് ഞാൻ തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പിന്നെ അത് ആരാണ് തീരുമാനിച്ചത്, ആ തീരുമാനം ആരാണ് എടുത്തത്, അതെല്ലാം അവൾ പുറത്തു വന്നതിന് ശേഷം ക്ലിയർ ആകും. പിന്നെ എന്റെ മനസ്സിൽ ജസ്ലിനോട് ഒരു വിധത്തിലുള്ള റൊമാൻറ്റിക് ആംഗിളും ഇല്ല. ഇത് 000 ആണ്. സ്റ്റോറി ടോട്ടലി ബോറിംഗ്. അതിനകം ബോറടിക്കാൻ തുടങ്ങി. അവള് തിരിച്ചു വരുന്നവരെ നിങ്ങൾ വിടുവോ? നിങ്ങൾ അത് ഊതി വീർപ്പിക്കില്ലേ? നിങ്ങൾ ചോദിക്കൂ. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ആലിയ ഭട്ട് പറഞ്ഞ ജോക്സ് വളരെ ഫേമസ് ആയിരുന്നു. അതുകൊണ്ട് താങ്കൾ ബിഗ് ബോസിൽ പോയപ്പോൾ മുതൽ അന്നു മുതൽ താങ്കളുടെ ജോക്സ് ആണ് കൂടുതലും വരുന്നത്. സോ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ജോക്സ് നിങ്ങൾ കേട്ടിരുന്നോ? അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഒരു ജോക്ക് കേട്ടു. അതിൽ മോഡി ഇങ്ങനെ എന്റെ മുൻപിൽ നിൽക്കുന്നു. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വന്നതുകൊണ്ട് ജനങ്ങളെല്ലാവരും പെട്രോൾ ഡീസൽ പ്രശ്നം മറന്നു എന്ന്. സർ, താങ്കൾ പറഞ്ഞതിന് ശേഷം ഒരു ആർട്ടിക്കിളിൽ എന്താ വന്നെന്ന് വെച്ചാൽ, പ്രായമാകുമ്പോൾ എല്ലാവരുടെയും തല ചുറ്റാൻ തുടങ്ങും, പക്ഷെ ഇദ്ദേഹം മറ്റുള്ളവരുടെ തലയെ ചുറ്റിക്കുകയാണല്ലോന്ന്. ഇപ്പൊ ഞാൻ നിങ്ങളോട് മനോഹരമായ ഒരു കാര്യം പറയാം. ഞാനത് പറഞ്ഞേക്കാം, പിന്നെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യൂ. എനിക്ക് 65 വയസ്സായി. പിന്നെ അവിടെ എത്ര പേരുണ്ടായിരുന്നോ അവർക്കാർക്കും 35 വയസ്സിന് മുകളിലില്ല. എല്ലാവരും ദിവസം ഡോക്ടറെ വിളിക്കും, ദിവസം ഡോക്ടറെ സന്ദർശിക്കും. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ. ഞാൻ ഒരു ദിവസം പോലും ഡോക്ടറെ വിളിച്ചിരുന്നില്ല 1.5 മാസം. കാരണം എനിക്കെൻ്റെ ആരോഗ്യം സൂക്ഷിക്കാൻ അറിയാം. ഞങ്ങൾ ഒരു ദിവസം പോലും പകലിൽ ഉറങ്ങിയിട്ടില്ല. പകലിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, കാരണം രാത്രിയിലാണ് ഞാൻ നന്നായി ഉറങ്ങുക.
പിന്നെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവരെല്ലാം പുറത്തുപോയി അവരുടെ പ്ലാനിംഗ് നടത്തും. രാത്രി ഉറങ്ങാതെ ഉണർന്നിരിക്കും. ആരെങ്കിലും ഇങ്ങനെ പണിയെടുക്കൂ? ഇങ്ങനെ പണിയെടുത്താൽ എങ്ങനെയാ? ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും, പകലില് പ്ലാൻ ചെയ്യൂ, രാത്രിയിൽ കിടന്ന് ഉറങ്ങൂ എന്ന്. അവിടെ ഇങ്ങനെയുള്ള കളിയാ നടക്കുന്നത്. ഇപ്പോ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയാനും ഈ അഫെയറിനെ കുറിച്ച് വെളിയിൽ വരാനും താങ്കൾക്ക് ധാരാളം പണം ലഭിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ദേ നോക്കൂ, എനിക്ക് ഇവിടെ കോൺട്രാക്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും. അത് സത്യമാണ്. എനിക്ക് ബിഗ് ബോസിലേക്ക് പോയതുകൊണ്ട് ഫിനാൻഷ്യലി നഷ്ടമാണ് സംഭവിച്ചത്. ഞാൻ എത്ര പണമുണ്ടാക്കിയോ അതിനേക്കാളും എല്ലാ ആഴ്ചയിലും എനിക്ക് കുറച്ചേ കിട്ടുള്ളൂ. എനിക്ക് ഫിനാൻഷ്യലി വലിയ ലോസാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അതിനുശേഷം ആപ്കെ അദാലത്തിൽ പോയി ഒരുപാട് ഉണ്ടാക്കാമല്ലോ. ഞാൻ അവിടെ വിട്ടത് ഇപ്പൊ ഇവിടെ രജിത് സാറിന്റെ അടുത്തുനിന്നെങ്കിൽ മേടിക്കും.